നമസ്കാരം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇഡ്ലി പൊടി അല്ലെങ്കിൽ മുളകാ പൊടി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി എന്നൊക്കെ പറയും. ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുക. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഇതിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇതിൽ ഞാനൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഇഡ്ലി പൊടി കുറച്ചും കൂടി ഹെൽത്തി ആക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാനിന്ന് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. 3 കപ്പ് കറിവേപ്പില എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര കറിവേപ്പില ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. കറിവേപ്പിലയുടെ പകുതി വേണം നമുക്ക് ഉഴുന്നെടുക്കാനായിട്ട്. 3 കപ്പ് കറിവേപ്പിലയും 1.5 കപ്പ് ഉഴുന്നുമാണ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ള കറിവേപ്പിലയുടെ അളവനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം. കുറച്ച് ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ കുറേ നാൾ കേടാവാതെ ഇരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നതെന്നേ ഉള്ളൂ. പുറത്തുനിന്നൊക്കെ കറിവേപ്പില വാങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ കളറാവും. പിന്നെ നമുക്കത് കറികളിലൊന്നും അധികം യൂസ് ചെയ്യാനായിട്ട് തോന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഇതുപോലെ കറിവേപ്പില പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി. നമ്മൾ കറികളിലൊക്കെ ഇടുമ്പോൾ കറിവേപ്പില കഴിക്കാൻ മടിക്കും. അപ്പോൾ ഇങ്ങനെ പൊടിയൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും കറിവേപ്പില നമ്മൾ അറിയാതെങ്കിലും കഴിക്കും. കുട്ടികളാണെങ്കിലും അതെ. മുടിക്കൊക്കെ നല്ലതാണെന്ന് പണ്ടേ നമ്മൾ കേട്ടിട്ടുണ്ട് കറിവേപ്പില കഴിക്കുന്നത്. പക്ഷേ അറിഞ്ഞുകൊണ്ട് നമുക്ക് കഴിക്കാൻ മടിയാണ് കറിവേപ്പില. അപ്പോൾ അതുപോലെ ഇഡ്ലി പൊടിയൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മളറിയാതെ തന്നെ അത് കഴിച്ചോളും. കുട്ടികൾക്കാണെങ്കിലും നല്ലതാണ്. ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് 1-2 എണ്ണം എടുത്തിട്ട് കണ്ടില്ലേ ഇതുപോലെ പൊടിഞ്ഞു പോവും. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ തന്നെ പൊടിച്ചെടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഉഴുന്നാണ്. 1.5 കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ മെഷറിംഗ് കപ്പിലാണ് എടുക്കുന്നത്. നിങ്ങൾ ഗ്ലാസ്സിലാണ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ എല്ലാം ഗ്ലാസ്സിൽ തന്നെ അളന്നെടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ ഓൾറെഡി പാത്രം നല്ല ചൂടായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് ആയി കിട്ടിക്കോളും. അപ്പോൾ ഇതിന് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് സമയം എടുക്കും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഉഴുന്ന് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. കുട്ടികളുടെ ആണെങ്കിലും സ്ത്രീകളുടെ ആണെങ്കിലും. നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണാറുണ്ട് 30 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ബോൺ സ്ട്രെങ്ത് കുറയും എന്നുള്ളത്. അപ്പോൾ ബോൺ സ്ട്രെങ്ത് കൂട്ടാനൊക്കെ നല്ലതാണ് ഉഴുന്ന്. ഇവിടെ തമിഴ്നാട്ടിൽ പല റെസിപ്പീസും ചെയ്യാറുണ്ട് ഉഴുന്ന് വെച്ചിട്ട്. ഇനി ഓരോന്നായിട്ട് ഞാൻ പല എപ്പിസോഡിലായിട്ട് കാണിക്കാം. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ കളറായി. നല്ല മൂത്ത മണം ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വല്ലാണ്ട് ബ്രൗൺ ആയാൽ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും ചെറുതായിട്ട്. അപ്പോൾ ലൈറ്റ് ബ്രൗൺ ആയിട്ട് കിട്ടിയാൽ മതി. ഇനി ഇത് നമ്മൾ ചൂടാറാനായിട്ട് വെക്കണം. അപ്പോൾ ഇത്രയും കൂടി ഒന്ന് ഇരുന്ന് കളറായിക്കോളും. അത് ഇരുമ്പ് പാത്രം ആയതുകൊണ്ട് ഇത് ഓഫ് ചെയ്ത് വെച്ചാലും ആ ഒരു ചൂടുണ്ടാവും കുറച്ച് നേരത്തേക്ക്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് കുക്കായിക്കോളും അതിലിരുന്നിട്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം മുഴുവനോടെയുള്ള മുളക് വേണമെങ്കിൽ വറുത്തിട്ട് അങ്ങനെ ചേർക്കാം. ഇന്നിപ്പോൾ ഞാൻ മുളക് പൊടിയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം വേണം നമുക്ക് ചേർക്കാൻ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരുന്ന് ചെറുതായി ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് ആയി. ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് ചൂടാറിയും വന്നിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് തൊടാൻ പറ്റുന്ന ചൂട് മതി. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ചേർക്കാം. ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ. നല്ല എരിവ് വേണം എന്നൊക്കെ ഉണ്ടാച്ചെങ്കിൽ വേണമെങ്കിൽ 3.5 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഗ്യാസ് ഓൺ ചെയ്യണില്ല. ഈ ഉഴുന്നിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് നമ്മുടെ മുളക് പൊടി ഒന്ന് മൂത്ത് കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. പൊടിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി കായപ്പൊടി വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാൻ കായപ്പൊടി ചേർക്കുന്നില്ല. വേണ്ടവർക്ക് ഇപ്പോൾ 2 നുള്ള് ചേർത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ തന്നെ എടുത്ത് വയ്ക്കുകയാണ്. ഇതൊന്ന് ചൂടാറി വരാൻ വേണ്ടിയിട്ട്. നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ മുളക് പൊടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഇന്നധികം ചൂടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ വെക്കുകയാണ്, നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. ഉഴുന്നിനധികം ചൂടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ചൂടാറാനായിട്ട്. അതിന് ശേഷം പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ. അതിന് ശേഷം നന്നായി ചൂടാറിയ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. ഉഴുന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി കറിവേപ്പില വറുത്ത് ചേർത്ത് വെച്ചിരുന്നു. അതിലേക്ക് നമുക്ക് ഉഴുന്നും മുളക് പൊടിയും കൂടിയിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. കറിവേപ്പില പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ പൊടികൾ ഉണ്ടാവും, ചെറിയ തരികൾ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തത് കൊണ്ടാണ് കറിവേപ്പിലയുടെ ആ ഒരു പച്ച കളർ കിട്ടാഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ മുളക് പൊടിക്ക് അനുസരിച്ചിട്ടുള്ള കളറ് കിട്ടും. വല്ലാണ്ട് പച്ച കളറായാലും നമുക്കാണെങ്കിലും ചിലപ്പോൾ കുട്ടികൾക്കാണെങ്കിലും കഴിക്കാൻ തോന്നില്ല. ഇതിപ്പോൾ കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ വരുന്നുണ്ട് കഴിക്കുമ്പോൾ, പക്ഷെ ആ ഒരു കളറില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് നാൾ കേടാവാതെ ഇരുന്നോളും. എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി അടച്ചു വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വേണം എന്നുള്ളവർക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് വെളിച്ചെണ്ണ ചേർത്ത് ചാലിച്ചെടുക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ ചേർത്തിട്ടോ നെയ്യ് ചേർത്തിട്ടോ ഒക്കെ ചാലിച്ച് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കഴിക്കാം, കറിവേപ്പില ഉള്ളത് കൊണ്ട് തന്നെ. ഈ കറിവേപ്പില പൊടി വെച്ചിട്ട് നമുക്ക് പൊടി ഇഡ്ഡലി ഉണ്ടാക്കാം. ബാക്കി വന്ന ഇഡ്ഡലി ഉണ്ടെങ്കിൽ അത് ഈവനിങ് സ്നാക്കായിട്ട് പൊടി ഇഡ്ഡലി ആയിട്ട് കഴിക്കാം. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലും ഞാനൊരു പൊടി ഉണ്ടാക്കുന്നുണ്ട്, കറിവേപ്പില പൊടി. അതിന് വ്യത്യാസമായിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.